ലവ്ലി ഷോട്ട്സിൻ്റെ LDC LP UP പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2023 വർഷത്തിൽ ചോദിച്ച PSC പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത്? മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കോമ്പല്ല്. കോമ്പല്ലാണ് മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. ആൻസർ ഓപ്ഷൻ ബി, കോമ്പല്ല്. ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏത്? ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏതാണ്? ആൻസർ വൃക്ക. വൃക്കയാണ് ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജനാവയവം. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഏത്? അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ജീവകം സി. ജീവകം സി ആണ് അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം സി. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഉഷസ്. ഉഷസ് എന്ന പദ്ധതിയാണ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ആൻസർ ഉഷസ്. തൊണ്ടമുള്ളിന് അല്ലെങ്കിൽ ഡിഫ്തീരിയക്ക് കാരണമായ രോഗാണു. തൊണ്ടമുള്ളിന് അല്ലെങ്കിൽ ഡിഫ്തീരിയക്ക് കാരണമായ രോഗാണു ഏതാണ്? ആൻസർ ബി ആണ്, ബാക്ടീരിയ. തൊണ്ടമുള്ള് അല്ലെങ്കിൽ ഡിഫ്തീരിയക്ക് കാരണമായ രോഗാണുവാണ് ബാക്ടീരിയ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ബാക്ടീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഉജ്ജല. ഉജ്ജലയാണ് താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക്. ആൻസർ ഉജ്ജല. ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, തണ്ട്. ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. തണ്ട്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, കോന്നി. കോന്നിയാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം. ആൻസർ കോന്നിയാണ്, കോന്നി. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മേധാ പട്കർ. മേധാ പട്കറെയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. മേധാ പട്കർ. ഹരിതഗ്രഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏത്? ഹരിതഗ്രഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡാണ് ഹരിതഗ്രഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം. കാർബൺ ഡയോക്സൈഡ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത്. ഐസ് നിർമ്മിക്കുന്ന സമയത്ത് വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡാണ് ഐസ് നിർമ്മിക്കുന്ന സമയത്ത് വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത്. അമോണിയം ക്ലോറൈഡ്. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ആൻസർ ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓക്സിജൻ.
ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, തന്മാത്ര. തന്മാത്രയാണ് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക. ആൻസർ ഓപ്ഷൻ എ ആണ്, തന്മാത്ര. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാൽസ്യം കാർബണേറ്റ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു. കാൽസ്യം കാർബണേറ്റ് ആണ് ഉണ്ടാകുന്നത്. 74ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. അതായത് ഹൈഡ്രജനും കാർബണും. ഹൈഡ്രജനും കാർബണുമാണ് ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ. 1ഉം 2ഉം ആൻസർ ഹൈഡ്രജനും കാർബണും. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏത്? പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മഞ്ഞ. പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമാണ് മഞ്ഞ. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏതാണ്? സി ആണ് ആൻസർ, ഘർഷണബലം. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലമാണ് ഘർഷണബലം. ഘർഷണബലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബുധൻ. ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഓപ്ഷൻ സി ആണ്, വികിരണം. വികിരണമാണ് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. വികിരണം. ആൻസർ 79 സി ആണ്, വികിരണം. ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. എവിടെ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. 80ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ GK ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ 2023 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.